എനിക്ക് സമയമില്ല എന്ന കള്ളത്തോളം വലിയൊരു പ്രപഞ്ച കള്ളം മറ്റൊന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു നുണയാണത്. എനിക്ക് സമയമില്ല. ഒരു കാലത്ത് ഒരുപാട് സമയമുണ്ടായിരുന്ന, സമയം മാത്രമുണ്ടായിരുന്ന, സമയം തികയാതിരുന്ന, നമ്മളെ വിളിച്ചു മതിവരാതിരുന്ന, നമ്മളോട് മിണ്ടി തീരാതിരുന്ന, നമ്മളോടൊപ്പം ഉറങ്ങാൻ കൊതിച്ചിരുന്ന, നമ്മളോടൊപ്പം ഉണരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാള്, അയാളുടെ മുഴുവൻ സമയവും നമ്മളോടൊപ്പം മാത്രം ചെലവഴിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ സമയമില്ല. സമയത്തിന്റെയൊക്കെ ഒരു മാറ്റം ആലോചിച്ച് നോക്കണേ. കടന്നുപോയ വഴിദൂരത്തിലെ സമയത്തിനുള്ളിൽ സംഭവിച്ച മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സമയമില്ല എന്ന മറുപടി. ശരിയാണ്, ഓരോ മനുഷ്യനും സമയമില്ലാണ്ടെയാകും. നമ്മൾ ആദ്യം മുതലേ മനസ്സിലാക്കി വേണം ഓരോ മനുഷ്യരും പരസ്പരം ഇടപഴകാൻ എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. നമുക്ക് നോവും, എനിക്കറിയാം, നമ്മൾ വല്ലാണ്ട് ഉടയും, നമ്മൾ വല്ലാണ്ട് തകരും, നമ്മൾ കരുതുന്നതിനേക്കാൾ അധികം നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടും. കാരണം ഏറെ പ്രിയപ്പെട്ട ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചിരുന്ന ഒരാളാണ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാനുമാകും അത് നുണയാണ്. അയാൾക്ക് സമയമുണ്ട്, അത് സമയമില്ലായ്കയല്ല, പ്രയോറിറ്റി ഇല്ലായ്കയാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്ന കാലത്ത് അയാൾക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, പ്രയോറിറ്റി ഇല്ല, സമയവും ഇല്ല. ശരി, ഇതാണിപ്പോ നിങ്ങൾ കടന്നു പോകുന്നത്. ഇനി എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഒരാൾക്ക് നമ്മളോട് മിണ്ടാൻ സമയമില്ല എങ്കിൽ, ഒരാൾ നമ്മളോട് ഇടപഴകാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, തിരിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം അയാൾക്ക് കിട്ടരുത്. അപ്പൊ സംഭവിക്കുന്നത്, പുള്ളിക്ക് സമയമില്ല, അയ്യോ പുള്ളിക്ക് സമയമില്ല, പിന്നെയും നിങ്ങൾ വീണ്ടും പുള്ളിയുടെ സമയത്തിന് വിളിക്കുകയാണ്. പുള്ളിക്ക് സമയമില്ലടേ, പുള്ളി ഭയങ്കര തിരക്കാണ്. അപ്പൊ നിങ്ങളും തിരക്കാകൂ. ഒരാവശ്യത്തിന് പുള്ളി വിളിച്ചാലോ അവൾ വിളിച്ചാലോ, ആരാണോ തിരക്കെന്ന് പറയുന്നത് ആ ആള് വിളിക്കുമ്പോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാതാക്കൂ. അത്രയും മാത്രം എൻഗേജ്ഡ് ആകൂ. നിങ്ങൾ നിങ്ങളുടെ സമയം നോക്കൂ. ആ സമയത്തിനകത്തുനിന്ന് എങ്ങനെ കാശുണ്ടാക്കാൻ നോക്കൂ, കരിയർ എങ്ങനെ കെട്ടിപ്പടുക്കാൻ നോക്കൂ. നിങ്ങളും തിരക്കാകൂ. അതെ, നീ ഇപ്പൊ ഒന്ന് കട്ട് ചെയ്ത്, എനിക്കിപ്പോ സമയമില്ല എന്ന് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളോട് മിണ്ടാൻ പഴയതുപോലെ സമയമില്ലാത്തവർക്ക് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കൊടുക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മണ്ടത്തരം കാണിക്കുക. നിങ്ങൾ